ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. കർത്താവ് അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ എൻ്റെ കർത്താവിനോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ ദാനം, കർത്താവ് എന്നൊരു ഒരു സമ്മാനം, അതിന് വളരെ നന്ദിയോടെ ഓർക്കുകയാണ് ഒരു സ്ത്രീ ഹന്ന. നമുക്കറിയാം, ഹന്നായെക്കുറിച്ച് അറിയാം. പഴയ നിയമത്തിൽ ഹന്ന എഫ്രാത്യനായ എൽക്കാനയുടെ ഭാര്യയാണ് ഹന്ന. എൽക്കാന നീതിമാനായ ഒരു മനുഷ്യനാണ്. ദൈവത്തോട് ചേർന്ന് ജീവിച്ച, ദൈവികമായ അനുഭവത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരായിരുന്നു. ഒന്ന് ഹന്ന, രണ്ടാമത് പെനിന്ന. ഈ പെനിന്നയ്ക്ക് മക്കളുണ്ടായി, പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അവിടെ പറയുന്നത് അവളുടെ ഗർഭം ദൈവം അടച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതുമൂലം ഈ പെനിന്ന അവളുടെ മനസ്സിൽ എന്തോ ഒരു ഗർവ്, ഞാനാണ് എൻ്റെ ഭർത്താവിന് മക്കളെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ കൂടുതൽ സ്നേഹിക്കും, അല്ലെങ്കിൽ എനിക്കാണ് കൂടുതൽ അധികാരം എന്നെല്ലാം പറഞ്ഞ് എപ്പോഴും ഈ ഹന്നയെ ഈ പെനിന്ന വേദനിപ്പിക്കും. അതുമല്ല, അന്നത്തെ ആ വ്യവസ്ഥ അനുസരിച്ച്, യഹൂദന്മാരുടെ ഇതനുസരിച്ച് മക്കളില്ലാതിരിക്കുന്നതെന്ന് പറയുന്ന ശാപഗ്രസ്തരായിട്ട് ആൾക്കാർക്ക്, ശാപം കിട്ടിയ ആൾക്കാർക്ക് മക്കളില്ലാതെ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം അവിടെ തലമുറ നിലയ്ക്കുകയാണ്. അവിടെ മക്കളില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് തലമുറ മുമ്പോട്ട് പോകത്തില്ല. അതുകൊണ്ട് ആ കുടുംബമേ, ആ തലമുറയെ നശിച്ചു കഴിഞ്ഞു എന്ന് അവിടെ കഴിയുകയാണ്. അതുകൊണ്ടാണ് ഈ അങ്ങനെ ഒരു ശാപഗ്രസ്തർ എന്നുള്ള ഒരു രീതിയിൽ ആ കാഴ്ചപ്പാട് കാണുന്നത്. അപ്പം അങ്ങനെ ഹന്നായെ എപ്പോഴും ഈ പെനിന്ന ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം ഈ വേദന, തൻ്റെ വിഷമങ്ങളൊക്കെ ഈ എൽക്കാനോട് പറയും. എൽക്കാന അവളെ ചേർത്ത് നിർത്തും. പറയും, നീ എന്തിനാണ് വിഷമിക്കുന്നത്? 10 പുത്രന്മാരെക്കാൾ അത്രയും അതിന് സമമില്ലയോ ഞാൻ? നിനക്ക് എന്താണ് കുഴപ്പം? നീ പറയുന്നതെല്ലാം സാധിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അതുമല്ല, ഈ വർഷാന്തരയാഗം കഴിക്കുക, എല്ലാ വർഷവും പോവും ശീലോവിൽ. അവിടെ ദേവാലയത്തിലെ യാഗം കഴിക്കുമ്പോൾ ഈ പെനിന്നായിക്കും മക്കൾക്കുമൊക്കെ എത്ര ഓഹരിയാണെന്ന് കൊടുക്കുന്നത്, അതിൻ്റെ ഇരട്ടി ഓഹരി ഈ ഹന്നയെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ എൽക്കാന കൊടുക്കും. അത്രമേ ചേർത്ത് നിർത്തിയാണ്. അപ്പം അങ്ങനെ നിന്നിട്ടും ഈ പെനിന്ന പലപ്പോഴും അവിടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ എപ്പോഴും മുഷിപ്പിച്ചുകൊണ്ടിരുന്നെന്ന് അവിടെ പറയുന്നത്. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊല്ലം ഇതുപോലെ പോവുകയാണ്. വർഷാന്തരയാഗം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും മിഷ്ടാന്ന ഭോജനമൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ ഈ ഹന്ന അടങ്ങിയിരുന്നില്ല. ഹന്ന എല്ലാവരും വലിയ ഇറച്ചിയും വലിയ വലിയ സദ്യയൊക്കെ കൊണ്ട് പല്ല് കുത്തിയിരിക്കുമ്പോൾ ഹന്ന പോയത് നേരെ ദൈവസന്നിധിയിലൊക്കെ പോയിരിക്കുന്നത്. അവിടെ പറയുന്നത് എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഒരു തീരുമാനത്തോടെ അവൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് പോയി തൻ്റെ ഹൃദയം അവിടെ തുറക്കുകയാണ്. അവിടെ തുറന്നു കഴിഞ്ഞിട്ട് അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്വർഗത്തേക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പുരോഹിതൻ ഏലി പുരോഹിതൻ പറയുകയാണ്, അവളെ വീഞ്ഞിന് അടിമയായിട്ടാണ്, ലഹരിയായിട്ടാണ് എന്ന് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ അവിടെ അതരം മാത്രമേ ചലിക്കുന്നുള്ളൂ. വല്ലാത്ത രീതിയിൽ പ്രാർത്ഥിക്കുക കണ്ടുകൊണ്ട് പറയുകയാണ്. അപ്പം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവൾ പറയുകയാണ്, ഗുരു, ഞാനാണെങ്കിൽ ലഹരിക്കടിമയൊന്നുമില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ എന്ത് ദൈവത്തോട് പറയുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ പുരോഹിതൻ അത് മനസ്സിലായിട്ട് പുരോഹിതൻ പറയുകയാണ്, ഈ ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ ഏത് യാചന കഴിച്ചോ അത് നിനക്ക് സാധിച്ചു തരുമെന്ന് പറയുന്നത് പുരോഹിതൻ്റെ വാക്കാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആ കറക്റ്റ് ഒരാണ്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കുഞ്ഞിനെ എനിക്കുകയാണ്. അതാണ് ശമൂവേൽ. ദൈവത്തിൻ്റെ ദാനം, ദൈവം തന്ന സമ്മാനം, ദൈവം തന്ന ദാനം എന്ന് പറയുന്നതുകൊണ്ട് അതിന് ശമൂവേൽ എന്ന് പേരിടുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ മക്കളില്ലാത്ത അവസ്ഥയായിരിക്കാം, ഏത് പ്രശ്നം, വീട് ഇല്ലാത്ത അവസ്ഥയായിരിക്കാം, അതൊക്കെ നമ്മൾ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ കാത്തുകൊള്ളു, അവൻ പിന്നെ പുലർത്തും. കാരണം ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്നാണത് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുക, ദൈവസന്നിധിയിൽ വെക്കുക. അവിടെ ഈ ഹന്നായുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും അനുവർത്തിക്കേണ്ടതാണ്. അവിടെ നമുക്ക് ഹന്നായെ നോക്കുമ്പോൾ, ഹന്നായി ഇങ്ങനെ പ്രയാസങ്ങളും ദുഃഖങ്ങളും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവൾ അയൽവക്കാരോടോ നാട്ടുകാരോടോ പറഞ്ഞുകൊണ്ട് നടന്നില്ല. അവൾ തൻ്റെ സ്വന്തം ഭർത്താവിനോട് പറയുവാണ്. കുടുംബത്തിലെ കാര്യം കുടുംബത്തിൽ തന്നെയാണ് പറയുന്നത്, അല്ല നാട്ടുകാരോട് പറഞ്ഞു നടക്കൽ. ഭർത്താവ് അവളെ ചേർത്ത് നിർത്തിയാണ്. അതാണ് ഒന്നാമത്. അതായത് അവിടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും, വീട്ടിലെ പ്രശ്നങ്ങൾ
കുടുംബകാര്യങ്ങൾ വെളിയിൽ പറയാതെ അവിടെ തന്നെ പറയേണ്ടവരോട് പറയുക, ഭർത്താവിനോട് പറയും. രണ്ടാമത് അവിടെ പറയുന്നത് ഇവൾ എഴുന്നേറ്റ് ഒരു തീരുമാനത്തിൽ അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാട്ടുകാരോടും വീട്ടുകാരോടും പറയുകയല്ലാതെ നമ്മുടെ പങ്കാളികളോടൊക്കെ പറയണം. അത് കൂടാതെ ദൈവസന്നിധിയിലേക്ക് എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് പോകണം. അവിടെ നിൻ്റെ മനസ്സ് തുറക്കണം. അവിടെ ചെന്ന് മനസ്സ് തുറക്കുമ്പോൾ ഒരു പ്രാർത്ഥന അവിടെ പറയുന്നുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തോട് പറയുകയാണ്. അവിടെ ഈ ഏലി ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഈ ഹന്ന ഈ ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഏലി പുരോഹിതൻ അവിടെ ഇരിക്കുന്നതും ഒന്നും കാണാതെ, പരിസരമേ കാണുന്നില്ല, എന്താ നടക്കുന്നതെന്നും അറിയാതെ മനസ്സ് തുറക്കുകയാണ്. അപ്പോൾ അവിടെ നിന്റെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയം മേൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം എന്ന് പറയുന്ന പോലെ ഇവളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാ ചിന്തകളും ദൈവത്തിലാണ്. അവിടെ എന്നിട്ട് ഹൃദയം നിന്ന് കരയുകയാണ്. ഒരു കരച്ചിലിനെ മറികടക്കാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഏത് കൊലപാതകയാണേലും, എത്ര പാപം കടുംചുവപ്പ് ഉള്ളവനായാലും ശരി, കടുംചുവപ്പ് പോലെ ചുവന്നായാലും ശരി, അവൻ്റെ കണ്ണുനീരിനെ ദൈവം മറികടക്കത്തില്ല. നമുക്കറിയാം, കയ്യൻ കൊലപാതകനാണ്. എന്നിട്ട് തന്നെ ഏറ്റവും ഒടുവിൽ ദൈവമേ ദൈവസ്ഥനി കരയുകയാണ്. ദൈവമേ എന്നെ ആരും കണ്ട കൊല്ലുമല്ലോ എന്ന് പറയുമ്പോൾ അവനും ഒരു മുദ്ര കൊടുക്കുവാണ്. ഒരു മുദ്ര കൊടുത്ത് പറയാൻ നിന്നെ ആരും കൊല്ലത്തില്ല. അവൻ്റെ കരച്ചിൽ കേൾക്കുന്നതാണ്. ഭർത്തിയുമായി ഉടനായ മനുഷ്യന് കർത്താവേ എന്നോട് കരുണ വന്നേണമെന്ന് കരയുക. കരച്ചിലിനെ മറികടക്കാത്തതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഹൃദയം നൊന്ന് കാരണം ഈ കരച്ചിൽ എല്ലാവർക്കും വരണമെന്നില്ല. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ കരച്ചിലിനെ ദൈവം ഒരിക്കലും മറികടക്കത്തില്ല. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. രണ്ടാമത് ഈ ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഹന്ന പുരോഹിതനെ മാനിച്ചു എന്നുള്ളത്, ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ മാനിച്ചു എന്നുള്ളത്. അവിടെ വന്ന് പറഞ്ഞപ്പം വേണമെങ്കിൽ എന്താ പുരോഹിതൻ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, നിങ്ങളാ വെള്ളം കുടിച്ചത് മദ്യം പഠിച്ചതെന്ന് വേണേൽ പറഞ്ഞ് ചൂടാവാനും. അവിടെ ശാന്തമായിട്ടെന്ന് പറയുവാണ്, എൻ്റെ മനോവ്യസനങ്ങളെ പറയുവാണെന്ന് പറയുവാണ്. അപ്പോൾ അവിടെ പുരോഹിതനെ അനുഗ്രഹിച്ചു വിടുന്നു. പുരോഹിതൻ എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെയൊക്കെ നമ്മൾ പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും പറയാറുണ്ട്. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ദൈവം ആ കുറവുകളോടുകൂടിയാണ് അവരെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പുരോഹിതന്മാരെ, ദൈവത്തിൻ്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലങ്ങളെ, പുരോഹിതന്മാരെ, അച്ഛന്മാരെ, പാസ്റ്റർമാരെ എല്ലാവരെയും അവരുടെ കുറവുകളോടുകൂടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, തനിക്ക് ബോധിച്ചവരെ ദൈവം വിളിച്ചു എന്നാണ് പറയുന്നത്. അവർ കുറവുകളുണ്ടെല്ലാം ഉണ്ട്, ആ കുറവുകളോടുകൂടിയാണ് പരിഹരിക്കുന്നത്. അപ്പം ആ കുറവുകൾ ഉള്ളതാണ് പുരോഹിതൻ. പക്ഷെങ്കിൽ അവരുടെ ആ കുറവുകളല്ല, അവരിൽ നിന്ന് നമ്മളൊരു ഇരുമ്പ് അല്ലെങ്കിൽ ചെമ്പ് തകിട്, അതിലൂടെ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന പോലെ കരുണകൾ, അനുഗ്രഹങ്ങൾ അവരിലൂടെ നമുക്ക് പ്രവഹിക്കുകയാണ്. ഇപ്പം ഏത് ചെളിക്കുണ്ടി ഒരു ചെമ്പ് ഇരുമ്പ് തന്നാലും അതിലൂടെ കറണ്ട് പ്രവഹിക്കുക. അതുപോലെ തന്നെ എന്തുമായിക്കോട്ടെ, ആ പുരോഹിതന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് വലുത്. ആ പുരോഹിതൻ്റെ അഭിഷിക്തന്മാരെ മാനിക്കാൻ, അങ്ങനെ മാനിച്ചുകൊണ്ട് പോയപ്പോൾ ആ പുരോഹിതനിലൂടെ ദൈവം അവിടെ തന്നെ മറുപടി കൊടുക്കുകയാണ്, നിനക്ക് നിൻ്റെ യാതന ദൈവം കേട്ടിരിക്കുന്നു. ആ വിശ്വാസത്തോടെ പോകുമ്പോൾ പിന്നെ അവിടെ മുഖം വാടിയേയില്ലെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ പിന്നെയും അനുദപിച്ച് നമ്മുടെ മനസ്സ് കിട്ടത്തില്ല, ഒരു വല്ലാത്ത ഒരു അവിശ്വാസത്തോടെ 2 വള്ളി താഴെ കിട്ടുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കുകയും പരിഭവിക്കുകയും ചെയ്യാൻ പാടില്ല. പ്രാർത്ഥിച്ചു, അവൾ ആ വിശ്വാസത്തോടുകൂടി പോയി അവിടെ ദൈവം കനിയുകയാണ്. അവിടെ ഉത്തരമറിയുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിച്ചെന്ന് കിട്ടിയെന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണ് ലാസറിനെ ഒക്കെ ഉയർപ്പിക്കാൻ പോയപ്പം എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ എന്നാണ് പറയുന്നത്, കേട്ടതിനാൽ നിനക്ക് നന്ദി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേട്ടു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തും യാചിക്കുമ്പോൾ അത് കിട്ടിയെന്നുള്ള വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക, അത് വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. ഇത് ഇപ്പം ഈ ഹന്നയെക്കുറിച്ച് പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തെ മാത്രമേ കാണാവൂ, പരിസരങ്ങളൊന്നും കാണാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു കുരിശടിയാണ് മഞ്ഞക്കിടമ്പ് മാതാവിൻ്റെ പേരിലുള്ള കുരിശടി. അവിടെ ഈ 15 നോയമ്പിന് ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അപ്പം 2 അച്ഛന്മാരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ജനങ്ങൾ മൊത്തം കുരിശടിക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ആൾക്കാരുടെ ഇടയിലൂടെ ഒരു അമ്മച്ചി വന്ന് ഒരു കൈലിമുണ്ടാണ് വേഷം, ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഒരു തോർത്തിങ്ങനെ കുറിയമുണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്മച്ചി ഒരു കത്തിച്ച മെഴുതിരിയുമായിട്ട് ആ ആളിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ വന്ന് അവരാരും ശ്രദ്ധിക്കുന്നില്ല. അമ്മച്ചി ഒന്ന് പ്രാർത്ഥിക്കുക, മുട്ടുകുത്തി ആ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ ഈ മെഴുകുതിരി ഉരുകി അതിൻ്റെ ആ മെഴുക കൈ കൂടെ ഒലിക്കുന്നുണ്ട്. അമ്മച്ചി അത് അറിയുന്നേ ഇല്ല. ഈ അച്ഛന്മാരുടെ പ്രാർത്ഥന, ഈ കൂടി നിൽക്കുന്നവരുടെ പ്രാർത്ഥന, മൈക്കിൽ കൂടെ വരുന്ന പ്രാർത്ഥന, ഇതൊന്നും അവരെ അലട്ടുന്നേ ഇല്ല, അവർ ശ്രദ്ധിക്കുന്നുമില്ല.
അതുപോലെ വെളിയിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരുന്നില്ല. അവർ പ്രാർത്ഥിക്കുന്നത് ആരെ വിശ്വസിച്ച് പ്രാർത്ഥിക്കും, ആരോട് പ്രാർത്ഥിക്കും, ഒരുപക്ഷെ അത് മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ. തീർച്ചയായിട്ടും അവർ എഴുന്നേറ്റ് പോകുമ്പോൾ വളരെ വിശ്വാസത്തോടുകൂടിയാണ് പോയത്. ആ മെഴുതിരിയെല്ലാം കത്തിച്ച് കാണിക്കുകയും വിട്ട് എല്ലാവരുടെ മുമ്പിൽ അവരെ ആരും ഒരു നാണവുമില്ല, ഒരു ലജ്ജയുമില്ല പ്രാർത്ഥിക്കാൻ. അവരുടെ ഹൃദയ പ്രയാസങ്ങളെ ദൈവം മുമ്പിൽ സമർപ്പിച്ചിട്ട് പോയി. പിന്നെ ഒരുപക്ഷെ ഞാൻ അവരെ കണ്ടില്ല, തീർച്ചയായിട്ടും ദൈവം അവരെ അനുഗ്രഹിച്ചാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചത് കിട്ടി എന്നൊരു ബോധത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അപ്പോഴാണ് ദൈവം നമുക്ക് ഉത്തരം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എഴുന്നേറ്റ് ആൾക്കാരോട് പോയി പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവവും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പോകണം. എന്നിട്ട് അവിടെ മനസ്സുറക്കുക. നിങ്ങളുടെ കണ്ണീരിനെ മറിയിടാത്ത ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ആ ദൈവം അവ കൊടുത്തു. ഇങ്ങനെയാണ് കർത്താവ് അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ എൻ്റെ കർത്താവിൻ്റെ അപേക്ഷിച്ച് കിട്ടിയെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദാനമൊന്നും ശൗമയിൽ എന്ന് പേരിട്ടു. ഒരു കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രാർത്ഥന നമുക്കും അനുകരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.